ഹായ് ഹലോ. അപ്പോൾ ഈസ്റ്റർ സ്പെഷ്യലായിട്ട് നമുക്ക് ചിക്കൻ ചുക്ക ഉണ്ടാക്കിയാലോ? പ്രത്യേകിച്ച് ഈ ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിടിലായിട്ടാണ് കേട്ടോ ഈ ചിക്കൻ ചുക്ക. നല്ല സോഫ്റ്റായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നല്ല പോലെ നൈസായിട്ട് വേണം കേട്ടോ നമ്മൾ ഇതിനാവശ്യമായിട്ടുള്ള ഉള്ളി അരിയാനായിട്ട്. ഞാനിവിടെ ഒരു 1-1.25 കിലോ ചിക്കൻ ഉണ്ട്. അപ്പോൾ ഞാനൊരു 6-7 ഉള്ളി നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമ്മൾ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അത്യാവശ്യം ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയാൽ മതിയേ. അപ്പോൾ അത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് പൊടികളാണ് ആവശ്യം. പൊടികളെന്ന് പറഞ്ഞാൽ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, പിന്നെ നമ്മുടെ ചിക്കൻ മസാല കുറച്ച്, പിന്നെ ഞാനിവിടെ എരിവ് കുറഞ്ഞിട്ടുള്ള മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ നമ്മുടെ ചിക്കനിലേക്ക് ചേർക്കുക. നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ഉള്ളി, പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്, അല്പം ഉപ്പ്, പിന്നെ ലാസ്റ്റ് നമ്മൾ ചേർക്കേണ്ടത് കുറച്ച് തൈര് കൂടെയാണ്. കട്ട തൈര്, പുളിപ്പില്ലാത്ത തൈര് കൂടെ ചേർക്കണം. കുറച്ച് ലെമൺ ജ്യൂസ് കൂടെ ചേർക്കാം. ഞാനിവിടെ ചേർത്തിട്ടില്ല, നിങ്ങളതും കൂടെ ചേർക്കണേ. ഇതെല്ലാം ചേർത്ത് നല്ലപോലെ മിക്സാക്കി എടുക്കുക. ഇതുപോലെ കിട്ടും സൂപ്പറായിട്ട്. ഇനി ഇത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. മാക്സിമം 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ഓക്കെ, എന്നിട്ട് നമ്മൾ നേരത്തെ പൊരിച്ച എണ്ണയില്ലേ, അതിലേക്ക് നമ്മൾ കുറച്ച് പെരിഞ്ചീരകവും അതുപോലെ കുറച്ച് നമ്മുടെ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് അതിലേക്ക് ചിക്കൻ അങ്ങ് തട്ടി മൂടി വയ്ക്കുക. ഓക്കെ, ഒരു 20-25 മിനിറ്റ് നല്ല തീയിൽ ഇതൊന്ന് മൂടി വയ്ക്കുക. എണ്ണയൊക്കെ തെളിഞ്ഞ് ചിക്കൻ നല്ല വെന്ത് സൂപ്പറായിട്ട് കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് ചിക്കൻ ചുക്ക വീട്ടിലുണ്ടാക്കുന്നത്. സൂപ്പർ ടേസ്റ്റാണ്. ഇതൊരു മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എനിക്കും ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങളുടെ ഈസ്റ്റർ സ്പെഷ്യൽ ഇതാണ്. നിങ്ങളുടെ ഈസ്റ്റർ സ്പെഷ്യൽ എന്താണെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.